ഭക്ഷ്യരാഷ്ട്രീയ മത്സരത്തിനിടയ്ക്ക് മറന്നു പോകാതിരിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലേക്ക് സംഘപരിവാറിന് ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സെക്കുലർ കക്ഷികളുടെ പരാജയത്തിൽ മൈനോറിറ്റി സംഘടനകളോ മൈനോറിറ്റി വോട്ടോ ശിഥിലീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മൈനോറിറ്റിയെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടുള്ള അഭിപ്രായം നമ്മളെല്ലാവരും പറയാറുണ്ട്. ഇവിടെ സംഘപരിവാർ മുഖ്യധാരയിൽ വരാതിരിക്കുക എന്നുള്ളത് മൈനോറിറ്റിയുടെ മാത്രം ആവശ്യമാണോ? രാജ്യത്തിൻ്റെ ആവശ്യമല്ലേ? കേരളത്തിൻ്റെ ആവശ്യമല്ലേ? ഇപ്പോൾ കേരളത്തിൽ ഞാൻ നിൽക്കുന്ന ഈ കോർപ്പറേഷൻ ആരാണ് ഭരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇടതും വലതും ചേർന്നിരുന്നുവെങ്കിൽ ആരായിരിക്കും ഭരിക്കുക? RSSന് ഞാൻ പറയുന്ന അടിസ്ഥാനമുണ്ട്. അങ്ങനെ ഒരു അടിസ്ഥാനം ജമാഅത്തിന് കാണിച്ചു തരാൻ പറ്റുമോ? RSSന് ഒരുപാട് ക്രിമിനൽ കേസുണ്ട്. അങ്ങനത്തെ ഒരു കേസ് കാണിച്ചു തരാൻ പറ്റുമോ? RSSൻ്റെ ആളുകൾ വംശീയ പ്രഭാഷണം നടത്തുന്നുണ്ട്. അത്തരമൊരു പ്രഭാഷണം കാണിച്ചു തരാൻ പറ്റുമോ? RSSൻ്റെ ഭാഗത്തുനിന്ന് വംശഹത്യയുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത്തരമൊരു ഉദാഹരണം കാണിച്ചു തരാൻ പറ്റുമോ? RSSൻ്റെ നേതൃത്വത്തിൽ മൊബിലിഞ്ചിങ് നടക്കുന്നുണ്ട്. അത്തരമൊരു മൊബിലിഞ്ചിങ് പങ്കാളിയായി കാണിച്ചു തരാൻ പറ്റുമോ? RSS ഒരുപാട് കലാപത്തിൽ പങ്കാളിയായതായിട്ട് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരമൊരു അന്വേഷണ കമ്മീഷനിൽ എവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ്റെ ഒരു പരാമർശമെങ്കിലും കാണാൻ പറ്റും? അതിനകത്ത് ഈ അഡോൾഫ് ഹിറ്റ്ലറെ, നാസി ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറെ അദ്ദേഹത്തിൻ്റെ വംശഹത്യക്ക് മണ്ണൊരുക്കിയത് കളവ് പറഞ്ഞ് കളമൊരുക്കിയ ഗീബിൾസാണ്. സഖാവ് ബാലനെ പോലുള്ള ആളുകൾ കേരളത്തിലെ അഭിനവ ഗീബിൾസ് ആകരുത് എന്നാണ് ഞാൻ പറയാം. അതാണിപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മാറാട് എന്ന് പറയുന്നത് മലയാളി മറക്കാൻ ആഗ്രഹിച്ച കറുത്ത അധ്യായമാണ്. മാറാട് എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും മുറിവാണ്. ആ മാറാട് കേരളത്തിൽ BJP പോലും രാഷ്ട്രീയ ആയുധമാക്കാത്ത ഒരു സാഹചര്യത്തിൽ CPM മാറാടിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു, ആ പഴയ മുറിവിൽ വീണ്ടും മുളക് തേക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം അപകടവും ക്രൂരവുമായ ചെയ്തി CPMൻ്റെ ഭാഗത്ത് നിന്ന് സമുന്നതനായൊരു നേതാവ് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചൂരൽമലയിൽ പോകാൻ കഴിഞ്ഞാൽ അവിടെയുള്ള 86 കച്ചവടങ്ങളാണ് യഥാർത്ഥത്തിൽ ആ ചൂരൽമല ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയത്. 86 കച്ചവട സ്ഥാപനങ്ങൾ. ആ 86 കച്ചവട സ്ഥാപനങ്ങളിൽ, അതായത് പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീടാണ് എന്നിടത്തേക്ക് ആളുകൾ ആ പുനരധിവാസത്തെ ന്യൂനീകരിച്ച ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിത താളം തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആ ആവാസ വ്യവസ്ഥയെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നൊരു സമഗ്രമായൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. നേരത്തെ പുനരധിവാസത്തിൽ വീടുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ സേവന സംവിധാനങ്ങൾ ഇത്തവണ നമ്മൾ എടുത്തത് അവരുടെ തൊഴിലിനാണ് പ്രാമുഖ്യം കൊടുത്തത്. 86 കച്ചവട സ്ഥാപനങ്ങളിൽ 76 കച്ചവട സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ പുനരധിവസിപ്പിക്കപ്പെട്ടു. ആ 76 കച്ചവട സ്ഥാപനങ്ങളെയും വീണ്ടെടുക്കുന്നിടത്ത് നമ്മുടെ കീഴിലുള്ള NGOയുടെ പങ്ക് വളരെ വലുതാണ്. ഓരോന്നിലും മറ്റു പല NGOകളുമായി സഹകരിച്ചുകൊണ്ടാണെങ്കിൽ പോലും 76 എണ്ണത്തിലും യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ജമാഅത്തെ ഇസ്ലാമിയുടെ NGOയുടെ ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, വീടുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. സ്ഥലം എടുത്തിട്ടുണ്ട്. 10-30 വീടുകൾ അവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 10-25 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി അവിടെ നടപ്പാക്കുന്നുണ്ട്. ഇത് സക്കാത്ത് ഹൗസിൽ നിന്നായാലും അതുപോലെ തന്നെ മേൽപ്പറയപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും പുനരധിവാസ റിഹാബിലിറ്റേഷൻ പ്രൊജക്റ്റായി കഴിഞ്ഞാലും ഇവിടങ്ങളിലെല്ലാം ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ മനുഷ്യരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വംശീയതയാണ്. ഇസ്ലാമോഫോബിയ അതിൻ്റെ സ്വാഭാവികമായ പ്രൊഡക്റ്റാണ്. അപ്പോൾ വംശീയത എന്ന് പറയുന്നത് കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുടനീളം. ഏതാണ്ട് ഇതിനൊക്കെ മുമ്പ് കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം കൊടുക്കുന്നൊരു കാര്യമാണ്. കമ്മ്യൂണൽ ഹാർമണി അതിൻ്റെ പ്രവർത്തനങ്ങളിലുടനീളം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഏറ്റവും അവസാനം അതിൽ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ മാറാട്, ഒരു ഉദാഹരണം മാറാട് ഞാൻ സവിശേഷമായി പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാറാടുമായി ബന്ധപ്പെട്ട് കേരളം ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത അപകടകരമായ ഒരു വളരെ വലിയൊരു ദുരന്തമാണ്. കേരളത്തിൻ്റെ നിരപേക്ഷ സ്വഭാവത്തിന് ഏറ്റ പ്രഹരമാണ് മാറാട് സംഭവം എന്ന് പറയുന്നത്. മാറാട് സംഭവത്തിൽ 8 നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ മരണപ്പെട്ട ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ മാറാട്. 2003 ശ്രീമാൻ A.K. ആൻ്റണിയാണെന്ന് മുഖ്യമന്ത്രി. ആ ഘട്ടത്തിൽ അരേ സമാജം പ്രവർത്തകർ സ്വാഭാവികമായും പ്രകോപിതരാണ്. അതുപോലെ തന്നെ മാറാട്ടേക്ക് മുസ്ലിം ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട സന്ദർഭമാണ്.
ആ ഘട്ടത്തിൽ അങ്ങോട്ട് കടന്നു ചെന്ന മുസ്ലിം നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ കേരള അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ഘട്ടത്തിൽ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോകണം, അവരോട് സംസാരിക്കണം, ഈ പറയുന്ന സാഹചര്യത്തിന് അയവ് വരുത്തണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, നിരപരാധികൾ വേട്ടയാടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. അവസാനം പോലീസ് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, പക്ഷേ പോലീസ് സംരക്ഷണം നൽകാൻ സാധ്യമല്ല. അങ്ങനെ അദ്ദേഹം പോയി. അദ്ദേഹം അവിടെ എത്തി. ആദ്യഘട്ടത്തിൽ അരേ സമാജം ഭാരവാഹികൾ തടഞ്ഞു. രണ്ടാമത് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. 2 മണിക്കൂർ അവരുമായി ചെലവഴിച്ചു, സംസാരിച്ചു, അന്തരീക്ഷത്തിന് അയവ് വരുത്തി. ശ്രീമാൻ AK ആൻ്റണി പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില അനുസ്മരണത്തിൽ, അതിൻ്റെ വിഷ്വൽ നിങ്ങളുടെ മുമ്പിൽ കാണാൻ കഴിയും, അനുസ്മരണത്തിൽ മാറാട് പ്രശ്നം പരിഹരിക്കുന്നിടത്തുള്ള സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ പങ്കിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കലാപങ്ങൾ നടക്കുന്നിടത്ത് കലാപത്തി അണക്കാനും മുറിവേറ്റ മനസ്സുകളുടെ വ്രണങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ കലാപം ഏതാണ്ട് തകർത്തെറിഞ്ഞ പല പ്രദേശങ്ങളെയും പുനരധിവാസത്തോടുകൂടി സാമൂഹ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ വിഭജനാനന്തരമുണ്ടായ ഒരുപാട് കലാപഭൂമികളിൽ ജമാഅത്തെ ഇസ്ലാമി ആ മാനുഷിക സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാത്രമല്ല ഇന്ത്യയിലുടനീളം ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പോളറൈസേഷനുള്ള ഇടങ്ങളിൽ പ്രത്യേക വേദികൾ തന്നെ രൂപപ്പെടുത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വെറുപ്പിനെതിരെയുള്ള ക്യാമ്പയിൻ ദേശീയ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സദ്ഭാവന മഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദേശീയ തലത്തിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള സൗഹൃദ വേദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഇപ്പോൾ ശക്തമാണ്, നിങ്ങൾക്കറിയാം. ഈ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്രമാത്രം ട്രാൻസ്പെറൻ്റ് ആവാൻ പറ്റുമോ അത്രമാത്രം മുസ്ലിം കമ്മ്യൂണിറ്റിയും ട്രാൻസ്പെറൻ്റ് ആവണം. ഇസ്ലാം ഭീതി പടർത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ, ഇസ്ലാം വിരുദ്ധ പൊതുബോധ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ട്രാൻസ്പെറൻ്റായേ പറ്റൂ എന്ന് നിർദ്ദേശം കൊടുക്കുകയും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പള്ളികൾ വരെ ഓപ്പൺ മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് ജുമുഅ നടക്കുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതര മത സഹോദരങ്ങൾക്ക് വരാനും അതുപോലെ തന്നെ ഈ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനകളും നടപടിക്രമങ്ങൾ കാണാനും അവർക്ക് ആശയവിനിമയം നടത്താനുമുള്ള അവസരങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഈ സന്ദർഭത്തിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള ഓപ്പൺ മസ്ജിദ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഘോഷങ്ങളെ ഓരോ മതവിഭാഗത്തിൻ്റെയും ആഘോഷങ്ങളായി കാണുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമി പരസ്പരമുള്ള ആശയവിനിമയത്തിനും അതുപോലെ തന്നെ സാഹോദര്യ സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിനുമുള്ള സുഹൃത്ത് സംഗമങ്ങളായിട്ട് ജമാഅത്തെ ഇസ്ലാമി സമീപിച്ചു വരുന്നുണ്ട്. ഓണത്തിനായാലും ക്രിസ്തുമസിനായാലും അതുപോലെ തന്നെ പെരുന്നാളിനായാലും സുഹൃത്ത് സംഗമം നടത്തുക. അതുപോലെ തന്നെ ഈ റമദാനാണ് വരാൻ പോകുന്നത്. റമദാനായി കഴിഞ്ഞാൽ തങ്ങളുടെ പരിസരത്തുള്ള നെയ്ബേഴ്സിനെ അഥവാ അയൽവാസികളെയും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇഫ്താർ സംഗമം നടത്തുക. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിള്ളലുകളെ വിളക്കിച്ചേർത്ത് സാമൂഹ്യ ബന്ധത്തെ ശക്തിപ്പെടുത്തുക എന്ന ഒരു വലിയ ആശയത്തെ കിട്ടുന്ന സന്ദർഭങ്ങളിൽ, അതിൻ്റെ ആരാധനാ സന്ദർഭങ്ങളിൽ പോലും, അതിൻ്റെ ആഘോഷവേളകളിൽ പോലും, അതല്ലാത്ത ആഘോഷവേളകളിൽ പോലും ജമാഅത്തെ ഇസ്ലാമി വളരെ ബോധപൂർവം അത് ഉപയോഗിക്കുന്നൊരു പ്രസ്ഥാനം കൂടിയാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രവർത്തന മാർഗവും അതിൻ്റെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിലൊന്ന് ഖുർആനും പ്രവാചകചര്യയുമാണ്. രണ്ടാമത് പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എത്രമാത്രം വിശുദ്ധമാണോ അതിൻ്റെ മാർഗം അത്രമാത്രം വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു പ്രവർത്തന രീതിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന് രേഖപ്പെടുത്തപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജനാധിപത്യപരവും രചനാത്മകവുമായ ക്രിയേറ്റീവുമായ പ്രവർത്തനങ്ങളെ നടത്താവൂ എന്നതാണ് അതിൻ്റെ പ്രവർത്തന രീതികളിൽ ഭരണഘടന ഖണ്ഡിക 5 രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന മൂന്നാമത്തെ കാര്യം. അത് എഴുതി വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. മാത്രമല്ല 24 സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 24 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 10-15ഓളം ഭാഷകളിൽ വിശുദ്ധ ഖുർആൻ ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളിൽ ആളുകളുമായി സംവദിക്കുന്നുണ്ട്. കേരളത്തിലെ 14ഓളം ജില്ലകളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഘടകങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 7 പതിറ്റാണ്ടിനിടക്ക് 24 സംസ്ഥാനങ്ങളിൽ ഈ 14 ജില്ലകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ഞാൻ ഈ സൂചിപ്പിച്ചതിനപ്പുറത്ത്
ഏതെങ്കിലും അതിൻ്റെ വാക്കിലോ അതിൻ്റെ പ്രവൃത്തിയിലോ അതിൻ്റെ സമീപനത്തിലോ അതിൻ്റെ നടപടിക്രമങ്ങളിലോ അതിൻ്റെ പ്രഭാഷണങ്ങളിലോ അതിൻ്റെ രേഖകളിലോ നാടിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ബലപ്പെടുത്താനല്ലാതെ, സഹവർത്തിത്വം നിലനിർത്താനല്ലാതെ, ആശയവിനിമയം ഉറപ്പുവരുത്താനല്ലാതെ, ആരോഗ്യകരമായ സംവാദം മതസാമൂഹ്യ ജനവിഭാഗങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കാനല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നിരിക്കെയാണ് പലപ്പോഴും പ്രബലമായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായ തങ്ങളുടെ ചില താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള അപകടകരമായ സമീകരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സമാനമാണ്. ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണമെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ എതിർത്തേ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വേട്ടക്കാരനെയും അതുപോലെ തന്നെ ഇരകളെയും സമീകരിക്കുന്ന അപകടകരമായ പ്രവണതയാണ് ഇതുവഴി രൂപപ്പെട്ടു വരുന്നത് എന്ന് അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വിചാരധാര എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ ഈ പറയുന്ന 100 കൊല്ലം കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു ഏകശിലാ സാമൂഹ്യ ക്രമത്തെ രൂപപ്പെടുത്തുന്നതിന് അന്തർധാരയെ അടിസ്ഥാനമായി വർത്തിക്കുന്ന ഗ്രന്ഥമുണ്ട്. അതിലേതാണ്ട് 250 മറ്റുള്ള പേജ് നമ്പർ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആന്തരിക ഭീഷണി എന്ന് പറയുന്നുണ്ട്. അതിൽ വൈദേശിക ഭീഷണിയേക്കാൾ അപകടം ആന്തരിക ഭീഷണിയാണ്. ആ ആന്തരിക ഭീഷണി 1 മുസ്ലിങ്ങളാണ്, 2 ക്രിസ്ത്യാനികളാണ്, 3 കമ്മ്യൂണിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 3 വിഭാഗത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. ഏതെങ്കിലും ഒരു മതസംഘടന സമീപിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലേ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മതസംഘടന അപരമതത്തെ, അപരദർശനത്തെ ഇവിടെ നിന്ന് ആന്തരിക ഭീഷണിയാണ് അവർ ഉന്മൂലനം ചെയ്യണമെന്ന് എഴുതി വെച്ച ഏതെങ്കിലും ഒരു സംഘടന കേരളത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഇന്ത്യയിലുണ്ടോ? എങ്ങനെയാണ് ഇത് വിചാരധാരയിൽ എഴുതി വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വംശീയ ഉന്മൂലന പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തി അത്തരം വംശീയ ഉന്മൂലന പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറും അതോടൊപ്പം തന്നെ അതിൽ ഇരകളാക്കപ്പെടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയും സമീകരിക്കപ്പെടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബുൾഡോസർ രാജ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥിനെ വിമർശിക്കണമെങ്കിൽ, അതുപോലെ തന്നെ വഖഫ് പ്രൊജക്റ്റിലൂടെയും മറ്റു പല നിയമനിർമ്മാണത്തിലൂടെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെ വിമർശിക്കണമെങ്കിൽ, NRC ഉൾപ്പെടെ അത്യന്തം അപകടകരമായ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന അമിത്ഷയെ വിമർശിക്കണമെങ്കിൽ, തൊഗാഡിയമാർ വർഗീയ വിഷം ചീറ്റുമ്പോൾ അതിനോട് വിയോജിക്കണമെങ്കിൽ കേരളത്തിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മൈനോറിറ്റിയുടെ കൂടി നെഞ്ചത്ത് കയറേണ്ടതുണ്ട്. മൈനോറിറ്റിയിൽപ്പെട്ട പ്രത്യേകിച്ച് വിശേഷിച്ച് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കൂടി സമീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഒരു വർഗ ബഹുജന സംഘടന ഇത്ര അപകടകരമായ ഒരു വർഗീയ ധ്രുവീകരണ സമീപനം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളം ഇടതുപക്ഷം കൂടിയുള്ള കേരളമാകണമെന്നാണ്. ഇടതുപക്ഷമില്ലാത്ത കേരളം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷവും UDFും LDFും ഉള്ള കേരളമാണ് കേരളത്തിൻ്റെ മതേതര സന്തുലിതത്വം നിലനിർത്തുന്നിടത്ത് സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത്. രാഷ്ട്രീയ വിയോജിപ്പുകൾ CPMനോടുണ്ടാകാം, അതുപോലെ തന്നെ കോൺഗ്രസിനോടുണ്ടാകാം, മുസ്ലിം ലീഗിനോടുമൊക്കെ ഉണ്ടാകാം. ആ വിമർശനങ്ങളൊക്കെ അതിൻ്റെ തീക്ഷ്ണതയിൽ തന്നെ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലും കേരളത്തിൻ്റെ മതേതരമായ സ്വഭാവം, മതേതര കക്ഷികൾ ഇന്ത്യയിൽ തന്നെ വംശീയതയെ ചെറുക്കുന്നിടത്തും അതുപോലെ തന്നെ ഫാഷിസത്തെ തടയിടുന്നിടത്തും ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന വിശാലമായൊരു സഖ്യത്തിൻ്റെ കീഴിൽ അണിനിരന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെത്തുന്ന ഘട്ടത്തിലും സമാനമായ സ്വഭാവം സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഫാഷിസത്തെ ചെറുക്കാൻ കഴിയുന്ന എല്ലാ മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടുന്ന, പലപ്പോഴും അത് നിർവഹിച്ചിട്ടുള്ള ഇടതുപക്ഷം അധികാരത്തിൻ്റെ ആവർത്തനത്തിന് വേണ്ടി ഇടതുപക്ഷത്തെ തന്നെ റദ്ദ് ചെയ്യുന്നു എന്നുള്ളത് അപകടകരമായ നീക്കമാണ്. CPMനെ റദ്ദ് ചെയ്യുന്നത്, ഇടതുപക്ഷത്തെ റദ്ദ് ചെയ്യുന്നത് ഇടതുപക്ഷമാണ്. അത് ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഗൗരവത്തിൽ ആലോചിക്കണം. ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഗൗരവത്തിൽ ആലോചിക്കണം. ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികർ ഗൗരവത്തിൽ ആലോചിക്കണം. കേരളം ഇടതുപക്ഷമില്ലാത്തൊരു കേരളത്തെ അല്ല ആഗ്രഹിക്കുന്നത്, ഇടതുപക്ഷം കൂടി ഇടതുപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഒരു കേരളമാണ്.
ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കിയിട്ടോ അല്ലാതെയോ ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം അപകടകരമാണ്, അതിൽ നിന്ന് ഇടതുപക്ഷം പിന്തിരിയണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, വംശീയത എന്ന് പറയുന്നത് കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നു. പ്രബുദ്ധതയിൽ നമ്മൾ അഭിമാനിക്കുന്ന ഒരു ഘട്ടത്തിലും പാലക്കാട് ഒരു ഛത്തീസ്ഗഡിലുള്ള ഒരു ദലിത് ചെറുപ്പക്കാരൻ ക്രൂരമായി വംശഹത്യ ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് മാപ്പർഹിക്കാത്ത പാതകമാണ്, കേരളത്തിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു ബംഗ്ലാദേശിയാണോ, അദ്ദേഹത്തിന് ആണെന്നോ അല്ലെന്നോ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് ആണെന്ന് ധരിച്ചിട്ടാവണം അദ്ദേഹത്തെ ക്രൂരമായി തല്ലിക്കൊല്ലുകയുണ്ടായി. ആ അർത്ഥത്തിൽ ഹെയ്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഹെയ്റ്റിൻ്റെ സ്വാഭാവികമായ പരിണിതി കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യയിലെന്ന പോലെ കേരളത്തിലും ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാഹോദര്യവും സഹവർത്തിത്വവും ബഹുസ്വരതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും കക്ഷിരാഷ്ട്രീയ മത്സരത്തിനിടയ്ക്ക് മറന്നു പോകാതിരിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലേക്ക് സംഘപരിവാറിന് ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സെക്യുലർ കക്ഷികളുടെ പരാജയത്തിൽ മൈനോറിറ്റി സംഘടനകളോ മൈനോറിറ്റി വോട്ടോ ശിഥിലീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മൈനോറിറ്റിയെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടുള്ള അഭിപ്രായം നമ്മളെല്ലാവരും പറയാറുണ്ട്. ഇവിടെ സംഘപരിവാർ മുഖ്യധാരയിൽ വരാതിരിക്കുക എന്നുള്ളത് മൈനോറിറ്റിയുടെ മാത്രം ആവശ്യമാണോ? രാജ്യത്തിൻ്റെ ആവശ്യമല്ലേ? കേരളത്തിൻ്റെ ആവശ്യമല്ലേ? ഇപ്പോൾ കേരളത്തിൽ ഞാൻ നിൽക്കുന്ന ഈ കോർപ്പറേഷൻ ആരാണ് ഭരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇടതും വലതും ചേർന്നിരുന്നുവെങ്കിൽ ആരായിരിക്കും ഭരിക്കുക? അപ്പോൾ ഞാൻ പറയുന്നത് പലപ്പോഴും സംഘപരിവാറിനെ തടയിടുക എന്നതിൻ്റെ ഉത്തരവാദിത്വം മൈനോറിറ്റിയുടെ മാത്രം തലയിൽ വെച്ച് കിട്ടുന്നതിന് പകരം കേരളത്തിൽ ഉൾപ്പെടെ സംഘപരിവാറിൻ്റെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഫാഷിസത്തെ തടയുന്നിടത്ത്, വംശീയാക്രമണങ്ങളെ തടയിടുന്നിടത്ത്, ഹെയ്റ്റ് ക്യാമ്പയിനെ തടയിടുന്നിടത്ത്, ഇസ്ലാമോഫോബിയെ തടയിടുന്നിടത്ത് ഒരുമിച്ച് നിൽക്കാൻ എല്ലാവർക്കും കഴിയണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ആ ഈ സാഹചര്യത്തിലാണോ? ഞാൻ ആദ്യം അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി BJP പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അവതരണത്തിൽ അത് വന്നിട്ടുണ്ട്, ആവർത്തിക്കേണ്ടതില്ല. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിങ്ങൾ കാണുന്ന പ്രസ്ഥാനമാണ്. എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്, ജില്ലയിലുണ്ട്, BJP ഉണ്ട്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ വർഗീയ പ്രവർത്തനം? വാട്ട് ഈസ് ദ കമ്മ്യൂണലിസം? എന്താണ് വർഗീയത? അപരമത വിദ്വേഷമാണ് എങ്കിൽ യഥാർത്ഥത്തിൽ എവിടെയാണ് അപരമത വിദ്വേഷത്തിൻ്റെ ഏതെങ്കിലും ലാഞ്ചിനെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിലുണ്ടായത്? എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യം കൊണ്ട് ധ്രുവീകരണം ഉണ്ടായത്? ഇത് തീർച്ചയായിട്ടും വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുണ്ടല്ലോ. ആ തത്വം അംഗീകരിച്ചാലാണ് ഞാൻ ബാക്കി പറയേണ്ടത്. ഒന്ന് രണ്ട് ഉദാഹരണം കേരളത്തിൽ ഞാൻ പറയാം. പാലക്കാട് 1991 സിറാജുന്നിസ വധിക്കപ്പെട്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്രയോടനുബന്ധിച്ചുകൊണ്ട് ദൗർഭാഗ്യകരമെന്ന് പറയാവുന്ന ഒറ്റപ്പെട്ട കേരളത്തിലെ മുറിവാണ് മാറാട് പോലെ പാലക്കാട് സംഭവിച്ച വർഗീയ കലാപങ്ങൾ. സിറാജുന്നിസ വെടിയേറ്റ് വധിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ അവിടെ അങ്ങിങ്ങായി കലാപന്തരീക്ഷം രൂപപ്പെട്ടു. അന്ന് അവിടെ പലപ്പോഴും ആവർത്തിച്ച് ഓരോ ഡിസംബർ 6 തുടർച്ചയായിട്ട് 2-3 വർഷങ്ങളിൽ ഇത് ആവർത്തിച്ചപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ വ്യക്തിത്വമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ആളാണ്. അദ്ദേഹം പാലക്കാട് ചെന്നു. അവിടെയുള്ള എൻ്റെ സുഹൃത്ത് സുലൈമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നു. എന്നിട്ട് ഒരുപാട് പൗരപ്രമുഖരെ കണ്ടു, പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടു. എന്നിട്ട് ഇത് അവസാനം കുറിക്കണമെന്ന് തീരുമാനിച്ചു. 2 പതിറ്റാണ്ട് മുമ്പ് പാലക്കാട് സൗഹൃദവേദി രൂപീകരിച്ചു. പ്രൊഫസർ മഹാദേവൻ പിള്ള എന്ന് പറയുന്ന അറിയപ്പെട്ട വ്യക്തിത്വം അതിൻ്റെ ആദ്യ ചെയർമാനായി വന്നു. ആ 2 പതിറ്റാണ്ട് ഇന്നും പാലക്കാട് ടൗണിൽ ആ സൗഹൃദവേദി പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ അത്തരം കലാപത്തിൻ്റെ ലാഞ്ചന ഉണ്ടായിട്ടില്ല. അതിന് ഇനീഷ്യേറ്റ് ചെയ്ത് തന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാറാട് ഞാൻ നേരത്തെ പറഞ്ഞു,
ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാം, നാദാപുരം കലാപം നടന്ന ഘട്ടത്തിൽ അവിടെ നമ്മുടെ തന്നെ ഒരു NGO ആണ് അവിടെ ചെന്നിട്ട് വസ്തുതാന്വേഷണ കമ്മീഷൻ എന്നുള്ള അർത്ഥത്തിൽ പഠിക്കുകയും ഗവൺമെൻറ്റിനോട് കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്ത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇനി കലാപത്തെക്കുറിച്ച് പറയാം. നമ്മൾ നാദാപുരം കലാപം കണ്ടതാണല്ലോ. ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ആ സന്ദർഭത്തിൽ നാദാപുരം കലാപത്തിൽ എന്താണ് CPM ചെയ്തത്? ഒരു കലാപം കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. ഒരു വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ഉണ്ടായത്. എങ്കിലും അതിൻ്റെ പരിഹാര നിയമം കയ്യിലെടുക്കലാണോ? 2012 TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടത് 52 വെട്ട് വെട്ടിയിട്ട് അദ്ദേഹം വധിക്കപ്പെട്ടല്ലോ. ആ വധിക്കപ്പെട്ടതിന് ശേഷം സ്വന്തം സഖാവാൻ ആ വാഹനത്തിൻ്റെ പുറത്ത് മാഷാ അല്ലാ എന്ന് എഴുതി പതിച്ചത് എന്തിനാ? അത് സൃഷ്ടിക്കുന്ന കലാപത്തിൻ്റെ വിത്ത്, അത്രയും വലിയ കലാപ വിത്ത് ആരെങ്കിലും ഈ കേരളത്തിൽ പാകിയിട്ടുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ പഴയ ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഇടതുപക്ഷത്തിന് സംഭവിക്കുന്ന ഈ അപഭ്രംശം, ഈ വ്യതിചലനം എന്തുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടാത്തത്? കലാപമാണ് എങ്കിൽ കലാപത്തിന് കോപ്പ് കൂട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ആരായാലും പാടില്ല എന്നല്ലേ. ഇവിടെ ഒരുപാട് കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും രക്തത്തിൻ്റെ കറ പുരണ്ട, അതിനുവേണ്ടി കൊട്ടേഷൻ സംഘത്തെ വളർത്തിയ, അത്തരത്തിലുള്ള കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുഖവാസ സൗകര്യം ഒരുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് വരെ ഏതെങ്കിലും ഒരു അപര സമൂഹത്തിൽപ്പെട്ടതോ സമുദായത്തിൽപ്പെട്ടതോ സ്വന്തം സമുദായത്തിൽപ്പെട്ടതോ ആയ ആളുകളുടെ രക്തത്തിൻ്റെ കറപുരളാത്ത, എവിടെയെങ്കിലും ധ്രുവീകരണ പ്രക്രിയയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പേര് പോലും പരാമർശിക്കാത്ത, ജനാധിപത്യപരമായും നിയമാനുസൃതമായും സഹവർത്തിത്വത്തോടെയും സാഹോദര്യത്തോടെയും ബഹുസ്വര സമൂഹവുമായി ഇണക്കിച്ചേർക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങളും പദ്ധതികളും നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ വളരെ നിരുത്തരവാദപരമായി എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക? ഗവൺമെൻറ്റാണല്ലോ, ഇവരാണല്ലോ ഭരിക്കുന്നത്. അവർക്ക് കേസെടുക്കാമല്ലോ. ഒരു കേസ് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കൊലക്കുറ്റത്തിൽ, ഞാൻ പറയുന്നത് ഇത് വളരെ അപകടകരമായ നീക്കമാണ് CPM ചെയ്യുന്നത്. പഞ്ചായത്ത് ഇലക്ഷന് ശേഷം അതിൻ്റെ പ്രബുദ്ധ കേരളം കൊടുത്തിരിക്കുന്ന മെസ്സേജിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് CPM തിരുത്താൻ സന്നദ്ധമാകുകയാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ CPM പരാജയപ്പെടുന്നു എന്നുള്ളതല്ല ഇതിൽ കാണുന്ന അപകടം, കേരളം പരാജയപ്പെടും എന്നുള്ളതാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കേരളം. ഈ രാഷ്ട്രീയം അഥവാ ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി ഹൈന്ദവ വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ ഉറപ്പുവരുത്തി അതിന് പറ്റുന്ന രീതിയിൽ സാമുദായിക നേതാക്കന്മാരെ കയറൂരി വിട്ട് വിഷം ചീറ്റുന്ന പ്രഭാഷണങ്ങൾ നടത്തി കേരളത്തെ വർഗീയമായി വളരെ മോശമായൊരു കാലാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനം ഇടതുപക്ഷത്തോടുള്ള ഗുണകാംക്ഷ മാത്രമല്ല, കേരളത്തോടുള്ള ഗുണകാംക്ഷ കൊണ്ടുകൂടിയാണ് പറയുന്നത്. ഇത് ഇടതുപക്ഷത്തിൻ്റെ പരാജയം മാത്രമല്ല, കേരളം നാളേറെയായി കാത്തു സൂക്ഷിക്കുന്ന സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കുന്ന അപകടകരമായ നീക്കമാണ്. അതിൽ നിന്ന് ഇടതുപക്ഷം പിന്തിരിയണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2011 വരെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷൻ വിഷയത്തിൽ ഇടപെടുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു വരാറുണ്ടായിരുന്നത്. 2016 ശേഷം സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രസ്ഥാനം, മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മുൻകൈയെടുത്തുകൊണ്ട് ഒരു സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നു. അത് രൂപപ്പെട്ടു വന്നതിന് ശേഷം ഇലക്ഷൻ വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെടുകയോ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യാറില്ല, ചെയ്തിട്ടുമില്ല. ആ ഇലക്ഷൻ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇടപെടുകയോ ചെയ്താത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് ഇലക്ഷനിലെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ചർച്ചയ്ക്ക് വെച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല CPM BJPയുമായി ബന്ധപ്പെട്ട ഫാസിസ്റ്റ് പോരാട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി 2011, 2009, 2006, 2004 ഫാസിസ്റ്റ് വിരുദ്ധ മുതലാളിത്ത വിരുദ്ധ സമീപനത്തിൻ്റെ പേരിൽ CPMനെ പിന്തുണച്ച പ്രസ്ഥാനം. ഈ ഇലക്ഷനിൽ ഈ ഇലക്ഷനിൽ BJP വിജയസാധ്യത ഉള്ളിടത്ത് ഇടതുപക്ഷമാണ് ജയസാധ്യത ഉള്ളതെങ്കിൽ ജമാഅത്ത് പ്രവർത്തകരുള്ളിടങ്ങളിൽ
പാർട്ടി ഉണ്ടായിരിക്കെ തന്നെ ബി ജെ പിയുടെ പരാജയം ഉറപ്പുവരുത്തുക എന്നിടത്ത് ഇടതുപക്ഷത്തിന് പിന്തുണച്ചാൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുമെങ്കിൽ അവിടെ ഇടതുപക്ഷത്തെ പിന്തുണക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. ഈ കോർപ്പറേഷനിൽ വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അത് ഇടതുപക്ഷത്തോടുള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നിടത്ത് ഇടതുപക്ഷത്തെക്കുറിച്ച് ഇപ്പോഴും നമ്മുടെ അഭിപ്രായം, ഇടതുപക്ഷം അതിൻ്റെ തത്വങ്ങളിലും മൂല്യങ്ങളിലും അടിയുറച്ച് നിന്നുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം സ്വീകരിക്കണമെന്നാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തനാണ്. ഈയിടെയായി ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനം നിങ്ങൾക്കറിയാം. യോഗി ആദിത്യനാഥിനെ അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുവരുന്ന ഒരിടതുപക്ഷം ഒരു 10 വർഷം മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കുക സാധ്യമല്ല. അതല്ല ഇടതുപക്ഷം. അതിനപ്പുറത്തേക്ക് വർഗീയ ഫാസിസത്തെ ചെറുക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റബിളാണ്. അവരുടെ നയമാറ്റത്തെയാണ്, അവർ ഇപ്പോൾ സ്വീകരിക്കുന്ന അപകടകരമായ സ്ട്രാറ്റജിയെയാണ്, ധ്രുവീകരണ രാഷ്ട്രീയത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി വിയോജിക്കുന്നത്. അതെ, സി പി എം എന്ന് തന്നെയാണ്. അതെ, സി പി എമ്മിനെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞു. എൻ്റെ റിപ്ലൈ സി പി എമ്മിനെ എഴുതി തള്ളണമെന്ന അഭിപ്രായം ജമാഅത്തെ ഇസ്ലാമിക്കില്ല. സി പി ഐ എം കേരളത്തിൽ ഉണ്ടാകണമെന്ന അഭിപ്രായമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. പക്ഷേ സി പി എം സമീപകാലത്ത് സ്വീകരിക്കുന്ന അധികാര തുടർച്ചയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്ന അപകടകരമായ ധ്രുവീകരണ രാഷ്ട്രീയം അപകടകമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഈ അഡോൾഫ് ഹിറ്റ്ലറെ, നാസി ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറെ അദ്ദേഹത്തിൻ്റെ വംശഹത്യക്ക് മണ്ണൊരുക്കിയത് കളവ് പറഞ്ഞ് കളമൊരുക്കിയ ഗീബിൾസാണ്. സഖാവ് ബാലനെ പോലുള്ള ആളുകൾ കേരളത്തിലെ അഭിനവ ഗീബിൾസ് ആകരുത് എന്നാണ് ഞാൻ പറയാം. അതാണിപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മാറാട് എന്ന് പറയുന്നത് മലയാളി മറക്കാൻ ആഗ്രഹിച്ച കറുത്ത അധ്യായമാണ്. മാറാട് എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും മുറിവാണ്. ആ മാറാട് കേരളത്തിൽ ബി ജെ പി പോലും രാഷ്ട്രീയ ആയുധമാക്കാത്ത ഒരു സാഹചര്യത്തിൽ സി പി എം മാറാടിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു. ആ പഴയ മുറിവിൽ വീണ്ടും മുളക് തേക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം അപകടവും ക്രൂരവുമായ ചെയ്തി സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് സമുന്നതനായൊരു നേതാവ് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുക, അദ്ദേഹം മലയാളികളോട് മാപ്പ് പറയണം, പാലക്കാടുള്ള ജനങ്ങളോട് മാപ്പ് പറയണം. അദ്ദേഹം പാലക്കാട്ടുകാരനും കൂടിയാണ്. മാത്രമല്ല, അദ്ദേഹം എന്താ പറഞ്ഞത്, 2 കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ഇൻ്റലിജൻസ് വൃത്തം, അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ വിവരം കിട്ടുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭരണം അവരുടെ കയ്യിലല്ലേ, അതിൻ്റെ തെളിവ് അദ്ദേഹം പറയണ്ടേ. പാലക്കാട് ചെയ്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൗഹൃദവേദി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത്യന്തം അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയെ പുറത്ത് നിർത്തിയിട്ടും അകത്ത് AK ബാലനെ അകത്ത് നിർത്തിയിട്ടും വർഗീയ വിഷം ചീറ്റുന്ന ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് പ്രബുദ്ധ കേരളം വളരെ വകതിരിവോടുകൂടി വിവേകത്തോടുകൂടി തിരിച്ചറിയും എന്ന് മനസ്സിലാക്കാൻ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, വിവേകമുള്ള ആരും ആ പ്രസ്ഥാനത്തിൽ ഇനിയും ഇല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കേരളത്തിന് ദോഷമേ വരുത്തൂ. ജമാഅത്തെ ഇസ്ലാമിയെ സി പി എം എത്ര വേണേലും വിമർശിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന മാറാട് പോലുള്ള കേരളവും മലയാളിയും മറന്ന അപകടകരമായ ദുരന്തം എന്ന് നമ്മൾ വിലയിരുത്തിയ സംഭവത്തെ വീണ്ടും മലയാളി മനസ്സിലേക്ക് കൊണ്ടുവന്ന് കേരളത്തെ വീണ്ടും വർഗീയമായ പോർക്കളം തീർക്കുന്നിടത്ത് സി പി എം എന്തായാലും കരുവാകരുത്, അല്ലെങ്കിൽ അത് ഉന്നയിക്കരുത് എന്നാണ് പറയാനുള്ളത്. എങ്ങനെ? അല്ല, അതിൽ ആര് എന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയാണ് നിങ്ങൾ നേരത്തെ പരാമർശിച്ചത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷുമാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നതായിട്ട് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് കാലങ്ങളായിട്ട് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. അതിൽ പരിമിതപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ അകത്ത് നിന്ന് AK ബാലൻ്റെ കൂടി ഭാഗത്ത് നിന്ന് വെള്ളാപ്പള്ളിയെപ്പോലും വെല്ലുന്ന സ്റ്റേറ്റ്മെൻറ്റ് വന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. അത് പാർട്ടിയാണ് സ്വീകരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സ്വതന്ത്രരായ സാമൂഹ്യ രംഗത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുള്ള ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ നേതൃത്വത്തിലും താഴെത്തലത്തിലുള്ള ജമാഅത്ത് പ്രവർത്തകരുമുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് സ്വതന്ത്ര പ്രസ്ഥാനമാണ്. അവരാണ് കൂടിയിരുന്ന് തീരുമാനമെടുക്കുക. ജമാഅത്തെ ഇസ്ലാമി സവിശേഷമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിക്കൂല. അതിനെക്കുറിച്ച് ഞാൻ അതല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടി നിലപാട് സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമാണ് പാർട്ടിയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഈ നിലപാടാണ് സ്വീകരിക്കുക. പാർട്ടി ഉണ്ടായിരിക്കെ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, പാർട്ടി ഉണ്ടായിരിക്കെ തന്നെ BJP ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജമാഅത്ത് പ്രവർത്തകരുടെ വോട്ട് BJPയെ പരാജയപ്പെടുത്താൻ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി CPM ആണെങ്കിൽ CPMനായിരിക്കും, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനായിരിക്കും. സംസ്ഥാനത്ത് എവിടെ BJP വിജയസാധ്യതയുണ്ടോ അവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ പാർട്ടി എന്ത് എന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ വോട്ട് അവിടെ ജയസാധ്യതയുള്ള മതേതര പാർട്ടികൾക്കായിരിക്കും. അത് CPM ആണെങ്കിൽ CPM ആയിരിക്കും, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും, ലീഗ് ആണെങ്കിൽ ലീഗ് ആയിരിക്കും. അല്ലാത്തിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അവിടെ സവിശേഷമായി ജമാഅത്തെ ഇസ്ലാമി ഒരു നിലപാടും സ്വീകരിക്കില്ല. അത് പാർട്ടിയാണ് സ്വീകരിക്കുക. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തോട് യോജിക്കുന്ന തലമുണ്ട്, വിയോജിക്കുന്ന തലമുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി എംപവർമെൻ്റ് എന്നുള്ള തലത്തിൽ ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യത്തെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലീഗിൻ്റെ കയ്യിൽ സംഭവിക്കുന്ന രാഷ്ട്രീയമായ വ്യതിചലനങ്ങളെ നമ്മൾ ചരിത്രത്തിൽ വിയോജിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി UDFനോടും വിയോജിച്ചിട്ടുണ്ട്, LDFനോടും വിയോജിച്ചിട്ടുണ്ട്. തത്വാധിഷ്ഠിതമാണ്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലോ അല്ല ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ടല്ലേ പോണത് റയീസ്? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി 7 പതിറ്റാണ്ടിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ ഒരുപാട് പുരോഗമനപരമായ ചുവടുവെപ്പുകൾ വെച്ച് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ട് ഒരുപാട് മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്ത്യാ തലത്തിൽ ദേശീയ തലത്തിൽ BJPയുടെ പരാജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ NGOകളുമായി സഹകരിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കോർഡിനേഷൻ ഉറപ്പുവരുത്തി മുസ്ലിം വോട്ട് ശൈഥില്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള മുസ്ലിം കോർഡിനേഷൻ നിർവഹിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ UPയിൽ UPDF, മധ്യപ്രദേശിൽ MPDF, പിന്നെ കർണാടകയിൽ എത്തേളു കർണാടക തുടങ്ങിയുള്ള ഒരുപാട് പൊതുവേദികൾ രൂപീകരിച്ച് ദേശീയ തലത്തിൽ BJPയുടെ വരവ് തടയിടാനും അതുപോലെ തന്നെ മുസ്ലിം വോട്ടിൻ്റെ ശിഥിലീകരണത്തെ തടയിടാനും വർക്ക് ചെയ്തൊരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാം. അവരോട് ചോദിക്കണ്ടേ? അതെ, അവിടെയാണ് അത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അവസരം തരാം. ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെട്ടിട്ട് 1948 ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം എന്ന ആശയം ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയ പ്രസ്ഥാനമാണെന്നാണ് നാളെ വർഗീയ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി ചോദിച്ചാൽ മറുപടി പറയാം. ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിറ്റിക്ക് മേലെ ഒരുപാട് ചാപ്പ ചാർത്തുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമി അവിടെ നിൽക്കട്ടെ, എക്സ്ട്രീമിസ്റ്റ് ചാപ്പ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ, ടെററിസ്റ്റ് ചാപ്പ, അതെല്ലാം ഒരു സംഘടന ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി രൂപം കൊണ്ട അന്ന് മുതൽ ഇന്ന് വരെ അത് ഒരിക്കലും അതിൻ്റെ പ്രവർത്തനത്തിൽ മതരാഷ്ട്രവാദം അത് റേസ് ചെയ്തിട്ടില്ല. തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമല്ല. അതിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം, എന്നാണ് മൗദൂദി എന്ന ആശയത്തെ ജമാഅത്ത് ഇസ്ലാമി ഉൾക്കൊണ്ട് 2011 ശേഷമാണോ? 2004 2006 2009 2011 ബന്ധം തന്നെയാണ് സയ്യിദ് മൗദൂദിയായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത്. ഒരു മൂവ്മെൻറ്റിന് ഒരു രൂപീകരണ പശ്ചാത്തലം ഉണ്ടാവും. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത് സയ്യിദ് മൗദൂദിയാണ്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ
ജനാധിപത്യ വിരുദ്ധമായൊരു സമീപനം അദ്ദേഹം സ്വീകരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. മാത്രമല്ല അത്തരം ആഹ്വാനം ചെയ്തിട്ടില്ല. അത്തരം പല ഇഷ്യൂസിലും അദ്ദേഹം ജനാധിപത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴി സജസ്റ്റ് ചെയ്തൊരു വ്യക്തിത്വം കൂടിയാണ്. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ വിഭജനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചൊരു വ്യക്തിത്വം കൂടിയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നയനിലപാടുകൾ സ്വീകരിക്കുന്നത് ഖുർആൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിലാണ്. ആ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ നാളിതുവരെ സ്വീകരിച്ച അതിൻ്റെ സമീപനം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളീയ സമൂഹത്തോടും ഇന്ത്യൻ ജനവിഭാഗത്തോടും ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തന. നിങ്ങൾ ഈ പറയുന്ന പ്രഖ്യാപനവും തത്വമൊക്കെ മാറ്റി വെച്ചോളി. അങ്ങനെയാണ് ഉള്ളടക്കുന്നുണ്ടെങ്കിൽ ഏറെ പതിറ്റാണ്ട് കൊണ്ട് 24 സംസ്ഥാനം, കേരളം, നിങ്ങളൊക്കെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ സംഘടനാ ഓറിയൻറ്റഡ് ആണ് പല മുസ്ലിം സംഘടനകളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം സൊസൈറ്റി ഓറിയൻറ്റഡാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ മീഡിയ രംഗത്തുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ. നിങ്ങൾ ചുരൽമല അന്വേഷിച്ചു, ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ? 2000 പീപ്പിൾസ് വില്ലേജിൽ 2000-ഓളം വീട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ. 2000-ഓളം വീട്. അതിങ്ങനെ തൊട്ട് കാണിച്ചു തരാൻ പറ്റും. RSSന് ഞാൻ പറയുന്ന അടിസ്ഥാനമുണ്ട്. അങ്ങനെ ഒരു അടിസ്ഥാനം ജമാഅത്തിന് കാണിച്ചു തരാൻ പറ്റുമോ? RSSന് ഒരുപാട് ക്രിമിനൽ കേസുണ്ട്. അങ്ങനത്തെ ഒരു കേസ് കാണിച്ചു തരാൻ പറ്റുമോ? RSSൻ്റെ ആളുകൾ വംശീയ പ്രഭാഷണം നടത്തുന്നുണ്ട്. അത്തരം ഒരു പ്രഭാഷണം കാണിച്ചു തരാൻ പറ്റുമോ? RSSൻ്റെ ഭാഗത്തുനിന്ന് വംശഹത്യയുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത്തരം ഒരു ഉദാഹരണം കാണിച്ചു തരാൻ പറ്റുമോ? RSSൻ്റെ നേതൃത്വത്തിൽ മൊബിലിഞ്ചിങ് നടക്കുന്നുണ്ട്. അത്തരം ഒരു മൊബിലിഞ്ചിങ് പങ്കാളിയായി കാണിച്ചു തരാൻ പറ്റുമോ? RSS ഒരുപാട് കലാപത്തിൽ പങ്കാളിയായതായിട്ട് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ഒരു അന്വേഷണ കമ്മീഷനിൽ എവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ്റെ ഒരു പരാമർശമെങ്കിലും കാണാൻ പറ്റും? അത് പറയുന്നവരോട് ചോദിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചാപ്പകുത്തലാണ് ഒരാളുടെ മേൽവിലാസമെങ്കിൽ മുസ്ലിം ലീഗ് വർഗീയ പ്രസ്ഥാനമാണോ? ചാപ്പകുത്തലാണ് ഒരാളുടെ മേൽവിലാസമെങ്കിൽ സൂംബ ഡാൻസിനെ വിയോജിച്ചപ്പോൾ മതരാഷ്ട്രവാദി അല്ലെങ്കിൽ ഭീകരവാദി എന്ന് മുദ്രകുത്തപ്പെട്ട KNM വർഗീയ പ്രസ്ഥാനമാണോ? ചാപ്പകുത്തലാണ് ഒരാളുടെ മേൽവിലാസമെങ്കിൽ കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റി, ഇതിനകം മൈനോറിറ്റിയിൽ ഒരു സംഘടനയും CPM വെറുതെ വിട്ടില്ല. ഞാൻ പറയുന്നു, ശ്രീ P. ജയരാജൻ രചിച്ച ഏറ്റവും ലാസ്റ്റ് പ്രകാശനം ചെയ്ത പുസ്തകത്തിനകത്ത് നിന്ന് മുസ്ലിം സംഘടനകളിൽ കാന്തപുരം വിഭാഗം ഒരു സംഘടനയും വിട്ടിട്ടില്ല. ഒക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേര് അടയാളപ്പെടുത്താം. അതിൻ്റെ അർത്ഥം ചാപ്പ അതാണ് എങ്കിൽ അതാണോ ഒരു കമ്മ്യൂണിറ്റിയുടെ മേൽവിലാസം? ഈ സമീകരണത്തിൽ ആരെയാണ് ലളിതവൽക്കരിക്കുന്നത്? ഇന്ത്യയിൽ വംശീയത ഭരണകൂട രൂപം പൂണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ അട്ടിമറിക്കുന്ന വംശീയ ഭരണകൂടത്തെ അല്ലേ ഈ സമീകരണം കൊണ്ട് ലളിതവൽക്കരിക്കുന്നത്? എങ്ങനെ? ഇന്ത്യയിലെ ഭരണകൂടം വംശീയ ഭരണം വിചാരധാരയെ ഞാൻ ഉദ്ധരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളം തന്നെ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിന് ശേഷമുള്ള രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് മൊബിലിഞ്ചി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബുൾഡോസർ രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഒരു വംശത്തെ മുൻനിർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NRC, മുത്തലാഖ്, NRC, UCC, ബുൾഡോസർ രാജ്, ഒരു മിനിറ്റ്, മണിപ്പൂർ കലാപം, ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് നേരെ, ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. എനിക്ക് തോന്നുന്നത് ഞാൻ വിശദീകരിച്ച് പ്രയാസപ്പെടേണ്ട ഒരു കാര്യം അതിനകത്തില്ല. നിങ്ങളുടെ ചോദ്യത്തെ ഞാനിവിടെ അക്കോമഡേറ്റ് ചെയ്യണത് കേരളീയ സമൂഹത്തിന് തുറന്നു കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു, കേരളീയ സമൂഹത്തോട് ഞാൻ പറയാം. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു, നരേന്ദ്രമോദി വംശീയത പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന്. മലയാളി തരും തെളിവ്. കോൺഗ്രസ്സായിട്ട് ഏറ്റവും കൂടുതൽ സംഘർഷപ്പെട്ട പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. അന്ന് CPM പിന്തുണച്ചിട്ടുണ്ടല്ലോ. ബാബരി മസ്ജിദ്, അതാണ് ഞാൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി തത്വാധിഷ്ഠിതമാണ്. കോൺഗ്രസ് നാളെ തെറ്റിയതാ, കോൺഗ്രസിനോട് ഞങ്ങൾ വിയോജിക്കും. ബുൾഡോസർ രാജു വന്നപ്പോൾ പ്രസ്ഥാനം ഇറക്കിയ ആളാണ് ഞാൻ. എവിടെ? കർണാടകയിൽ. അല്ല, തെറ്റ് പൊറുക്കാനും മറപ്പാക്കാൻ നമ്മളാരാ?
നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനവിരുദ്ധവും ജനവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ നടപടിക്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നമ്മളതിനോട് വിയോജിക്കും, പ്രതിരോധിക്കും, പ്രതിഷേധിക്കും. ജനാധിപത്യത്തിൻ്റെ വഴിയെ പ്രതിഷേധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനോട് ഏറ്റവും കൂടുതൽ വിയോജിച്ച പ്രസ്ഥാനവും കോൺഗ്രസിനാൽ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. സുപ്രീം കോടതിയാണ് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള അനുവാദം തന്നത്. അതുകൊണ്ട് ഇന്ന് സി പി എമ്മിനെ എതിർക്കുന്നു, നാളെ സി പി എം നയം തിരുത്തിയാലോ സി പി എമ്മിനെ നമ്മൾ സ്വാഗതം ചെയ്യും. നമുക്ക് ഇഷ്യൂസിനോടാണ് നമ്മുടെ വിയോജിപ്പ്. നിങ്ങൾ ചോദിച്ചോളൂ. ഇല്ല, ഞാൻ പറയാം. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ നിലനിർത്തുക എന്നാണ്. ദീൻ, ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കി. ഇല്ല, ഒരു സോറിനുമില്ല. അതായത് ഇതെൻ്റെ കയ്യിൽ ഭരണഘടനയുണ്ട്. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനെ നിലനിർത്തുക എന്നുള്ള. അത് നിലനിർത്തുന്നിടത്ത് സ്വീകരിക്കുന്ന വഴികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യം. എങ്ങനെയാണ് നിങ്ങൾ ദീനെ നിലനിർത്തേണ്ടത്? ഒന്ന്, ഖുർആനും തിരുചര്യയും അനുസരിച്ചായിരിക്കും. ഖുർആൻ അപരമതത്തെക്കുറിച്ച് കൊടുക്കുന്ന പരിഗണന നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊരു മതത്തിൻ്റെ ആരാധനാമൂർത്തികളെ നിങ്ങൾ വിമർശിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. രണ്ടാമത്, ധാർമ്മിക വിശുദ്ധി പാലിക്കണം എന്നാണ്. മൂന്നാമത്, ജനാധിപത്യപരവും ക്രിയാത്മകവുമായിട്ടാണ് എന്നുള്ള. ഒരു മിനിറ്റ്, ഇനി നിങ്ങൾ പറയുന്നത് സുപ്രീം സോവറിറ്റിയെ ചോദ്യം ചെയ്യുക. അങ്ങനത്തെ ഒരു എലമെൻറ്റ്, ഒരു വാചകം, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാനൊക്കെ ഒരുപാട് പ്രഭാഷണം ഉണ്ടാവില്ല. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനെ നിലനിർത്തുക എന്നുള്ള. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന നവനാസ്തികത പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം തരുന്നുണ്ട്, അല്ലേ? മതം പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം തരുന്നുണ്ട്, മതമില്ല എന്ന് പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഞങ്ങൾ അവരൊക്കെ ഉൾക്കൊള്ളുന്നു. നമ്മളെ പല വേദിയിലും മതവിരുദ്ധരുണ്ട്, നാസ്തികരുണ്ട്. രാജ്യത്തിൻ്റെ നിലവിലുള്ള സെക്യുലർ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടി മതമുള്ളവനും മതമില്ലാത്തവനും യുക്തിവാദിയും ഒക്കെ ഒരുമിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, മതം പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ, അതുപോലെ തന്നെ ഈ മതവിരുദ്ധത പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ, യുക്തിവാദം പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയെ സമാധാനപരമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എല്ലാ ബഹുസ്വര മൂല്യങ്ങളും പാലിച്ച് അപരമതത്തോട് ഒരു വിദ്വേഷവും പുലർത്താത്ത രീതിയിൽ അപരമതങ്ങളെ മാനിച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം.